നീരോടൊപ്പം ചാടുന്നു, നീരോടൊപ്പം നീന്തുന്നു. സുഖല്ലേ? കാർട്ടൂൺ കണ്ടിരുന്നാ മതി. ഞാൻ കാർട്ടൂൺ കാണുമല്ലായിരുന്നു. പിന്നെ ഇത് മൗഗ്ലി. ഇത് UPSC പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം നോക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോഴേ പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വെക്കും. ഈ മൗഗ്ലി UPSC ആയിട്ടൊരു വിദൂര ബന്ധമുണ്ട്. എന്ത് ബന്ധം? അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മൗഗ്ലി എന്ന പ്രശസ്തമായ കഥാപാത്രത്തിന്റെ ഉപജ്ഞാതാവ് റുഡ്യാർഡ് കിപ്ലിംഗ് ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിലായിരുന്നു. ആ സമയത്തെ നമ്മുടെ ഇന്നത്തെ മഹാരാഷ്ട്ര, മധ്യപ്രദേശിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പെഞ്ച് നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തായിരുന്നു പുള്ളി താമസിച്ചിരുന്നത്. അപ്പൊ ആ കാടും അതിന്റെ പശ്ചാത്തലവും ഉൾപ്പെടുത്തിയാണ് റുഡ്യാർഡ് കിപ്ലിംഗ് മൗഗ്ലി എന്ന് പറയുന്ന ഈ പ്രശസ്തമായ കഥാപാത്രത്തിനെ നിർമ്മിച്ചത്. ഈ പെഞ്ച് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പെഞ്ച് നാഷണൽ പാർക്ക് UPSC ആസ്പിരൻസിന് എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിലൂടെയാണ് കാൻഹാ റിവറിന്റെ ട്രിബ്യൂട്ടറി ആയ പെഞ്ച് റിവർ ഒഴുകുന്നത്. അത് മാത്രമല്ല, ഈ അടുത്ത കാലഘട്ടത്തിൽ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ഉപയോഗം മിനിമലാക്കി ഡാർക്ക്നെസ്സിനെ പ്രിസർവ് ചെയ്തുകൊണ്ടുള്ള ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോകത്തുടനീളം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ഇന്ത്യ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ടുള്ള പെഞ്ച് ടൈഗർ റിസർവിലാണ്. ഇനി നിങ്ങൾ തന്നെ പറ, ഞാനിത് കണ്ടതിൽ വല്ല തെറ്റുണ്ടോ? ഞാൻ ഇനിയും കാണും. ചിത്തടിക്കുന്നിൽ ചിന്നി ചിന്നി ചക്കരപ്പൂവേ ചെന്നയോ